എല്ലാവർക്കും ഉപ്പുമാവ് ഇഷ്ടമാണോ? എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഉപ്പുമാവാണ് ഇഷ്ടം? ഞാൻ റവ ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഗോതമ്പ് ഉപ്പുമാവൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ റവ കൊണ്ട് പല തരത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കും. കുറേ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഉണ്ടാക്കും. വെജിറ്റബിൾ ഇല്ലാതെയൊക്കെ ഉണ്ടാക്കും. ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിത് ഈ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള റവ വറുത്തിട്ടുള്ള റവയാണ് നമുക്ക് വാങ്ങിയിട്ട് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ക്യാരറ്റും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, ക്യാരറ്റ്, സവോള, പച്ചമുളക് അങ്ങനെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുക വെച്ചാൽ ഞാനിവിടെ ഈ നമ്മുടെ ഉരുളി പോലത്തെ സ്റ്റീലിൻ്റെയാണ്. പക്ഷേ ഈ ഉരുളി ഉണ്ടല്ലോ കനം കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കായും. അപ്പോൾ അതേ നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ നമ്മുടെ കടുക് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടക്കണ മാതിരി ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ വെള്ളം എടുത്ത് കാണിച്ചിരുന്നില്ലേ, ആ വെള്ളം നമുക്ക് വേണം കേട്ടോ. നമുക്ക് ആ വെള്ളം ആദ്യം തിളപ്പിക്കണം. അതായത് നമ്മൾ എത്ര കൊണ്ട് ഉപ്മാവ് എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം നമുക്കറിയാലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തോരം വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുള്ളത്. അപ്പോൾ ആ വെള്ളം നമ്മൾ എടുത്തിട്ട് തിളപ്പിച്ചിട്ട് അവിടെ വെക്കുക. അപ്പോൾ അതേ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായി നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലോണം ഒന്ന് വാടി കിട്ടണ വരെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉപ്പ് ഇതിൽ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. അപ്പോൾ നമ്മൾ അത് നല്ലോണം ഞാനൊന്ന് ജസ്റ്റ് വാടിയതിന് ശേഷം കേട്ടോ ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഉപ്പിട്ടെടുത്താൽ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാത്രം സ്റ്റീലിൻ്റെ ആവുക കാരണം നല്ല കട്ടി കുറവാണ് അതിന്. അപ്പോൾ പിന്നെയുള്ള എനിക്കിങ്ങനെ നമുക്ക് ഇതിൽ ഇളക്കാൻ പറ്റിയ മാതിരിയുള്ള പാത്രം വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ നമ്മുടെ വെള്ളം അവിടെ തിളച്ചു. അതിനെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. അപ്പോൾ അതുവരെ നമുക്കിത് നമ്മുടെ നല്ലോണം വാടി വന്നു. അതിന് നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ റവയും കൂടി നമുക്ക് ആവശ്യമുള്ള റവ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് വറുത്ത റവയാണ്. എന്നാലും നമുക്ക് ഞാൻ എങ്ങനെ പറഞ്ഞില്ലേ കട്ട പിടിക്കാണ്ട് മുട്ടി പിടിക്കാണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ അതിപ്പോൾ കാരണമാണ് നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒന്നുകൂടി വറുക്കാനായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ സവോളയും ക്യാരറ്റും ഒക്കെ പച്ചമുളകൊക്കെ വാടിയതിലേക്ക് നമ്മുടെ ഈ റവയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയുടെയൊക്കെ സവോളയുടെ ആ മിളകിൻ്റെയൊക്കെ നല്ല വാസന വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല വേണം നമുക്കിത് ഒന്നിങ്ങനെ മുരിഞ്ഞ് വരണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മുരിഞ്ഞ് നോക്കുമ്പോൾ അടി പിടിക്കാണ്ട് നോക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഇതേ നമ്മുടെ റവയൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ട് വെള്ളം നമ്മൾ ആ ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മേലേക്ക് ആവാതെ നോക്കണം, കാരണം ഇങ്ങനെ പൊട്ടിത്തെറിക്കണ മാതിരി ആവി. അപ്പോൾ അത് നോക്കണം. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഇടാത്തത് എന്താണെന്ന് അറിയും. എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇഷ്ടമാണ്. ഇവിടെ മോൾക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല. അവൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ പറയും അമ്മ മഞ്ഞൾപ്പൊടി വേണ്ട വെളുത്തിട്ട് മതി എന്ന് പറയും. അപ്പോൾ പോരാത്തന്നെ നമ്മുടെ ഈ റവയ്ക്ക് ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ആ വെള്ളം ഒഴിച്ച കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് തിളപ്പിച്ചാലും മതി. ഇനി നമ്മൾ പറഞ്ഞില്ലേ കൈ വിടാതെ നമ്മൾ നല്ലവണ്ണം അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ ഇങ്ങനെ ഇളക്കുമ്പോഴില്ല അങ്ങോട്ട് കുത്തി ഇളക്കി ഇങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് തോണ്ടി ഇങ്ങനെ കാട്ടിക്കൊണ്ട് നല്ല രസം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് തന്നെ ചെയ്യണം എന്നാണ് പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കിയിരുന്ന പറയുക. പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഇളക്കും. എനിക്കതാണോ ചിലപ്പോൾ ഇങ്ങോട്ട് ഇളക്കാൻ തോന്നും, ചിലപ്പോൾ അങ്ങോട്ട് ഇളക്കാൻ തോന്നും. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നടുവ് കൂടെ ഇട്ടിട്ട് കുത്തിക്കാട്ട്. എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാൻ തോന്നുന്നതൊക്കെ നമ്മൾ ചെയ്യണ്ടേ. ഇതൊക്കെ നമ്മൾ അയ്യോ അങ്ങനെ ചെയ്തില്ല എന്തുണ്ടാവുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും വേറെ വല്ല കറികളിലൊക്കെ. ചിലപ്പോൾ കറികൾ നാശമാവും, അതുകൊണ്ടാവുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കരുതെന്ന് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കുക എന്ന് പറയുന്നത് എനിക്കറിയുകയാണെങ്കിൽ ഞാൻ ആരോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാവേ. അപ്പോൾ അത് എന്തായാലും നമ്മുടെ ഉപ്മാവ് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വെള്ളം പോകുന്ന വരെ, വെള്ളത്തിൻ്റെ അംശം പോകണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണേ. നല്ല വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കട്ട ഉടച്ചുടച്ചെടുക്കണം. പിന്നെ നമ്മൾ പിന്നെ ഈ ഗ്യാസ് ഓണാക്കിയിട്ട് വെച്ചിട്ട് എത്ര ഉടയ്ക്കാമെന്ന് നോക്കിയാലും അത് കട്ട പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. ഉടഞ്ഞ് വരില്ല പെട്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ചൂടായിട്ടിരിക്കില്ല. നമുക്കത് ഓഫ് ചെയ്തതിന് ശേഷം മാറ്റിയിട്ട് ഒന്നും കൂടി ഇളക്കാം. പിന്നെ ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതാക്കി. ഇനി ഒന്നും കൂടി ഇത് ചൂടാറുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ 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 പൊരി പൊരിയായിട്ട് കിട്ടും. അതായത് കട്ട കുത്താതെ നമുക്ക് കിട്ടും.
അപ്പോൾ അതേ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണ്ണും നല്ല ടേസ്റ്റുമാണ്. തേങ്ങ വേണവർക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയിട്ടൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനെന്തായാലും പഴമുണ്ട്, അത് കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് ഇതാണ് നമ്മുടെ കട്ട പിടിക്കാതെയും ഒട്ടിപ്പിടിക്കാതെയുള്ള ഉപ്മാവ്. അടിപൊളിയാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.